എന്നാലും ഗോവിയണ്ണ, നിങ്ങൾ ആ പാവപ്പെട്ട പുലികളിക്കാരോട് ഇത് കാട്ടിക്കളഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു സന്തോഷ ദിനം വരുമ്പോൾ 4 മാപ്ര ക്യാമറകളെ ഇങ്ങോട്ട് വിളിക്കുക, അതിന്റെ മുന്നിലിരുന്ന് പാവപ്പെട്ട മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വലിയൊരു പ്രഖ്യാപനം അങ്ങ് നടത്തുക. അതാണ് കഴിഞ്ഞ ഓണക്കാലത്ത് പുലികളി സംഘങ്ങൾക്ക് എന്റെ വക ഓണമല്ലേ, എന്റെ സാമ്രാജ്യമല്ലേ, എന്റെ സാമ്രാജ്യത്തിലെ പുലികളിക്കാർക്ക് ഇരിക്കട്ടെ 3 ലക്ഷം. നിങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുന്നു. മാസം 10 കഴിഞ്ഞ്. ഇപ്പോഴത്തെ അവസ്ഥ അറിയണ്ടേ? തൃശൂരിലെ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനം പാഴായി. പുലികളി സംഘങ്ങൾക്ക് സുരേഷ് ഗോപി പ്രഖ്യാപിച്ച 3 ലക്ഷം രൂപയുടെ ധനസഹായം ഒരു വർഷമായിട്ടും ലഭ്യമായിട്ടില്ല. തിങ്കളാഴ്ച ജില്ലാ കളക്ടറെ കണ്ട് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് പുലികളി സംഘങ്ങൾ. പരാതി പരിഹരിച്ചില്ല എങ്കിൽ സ്വരാജ് റൌണ്ടിൽ പ്രതിഷേധിക്കാനാണ് ആലോചന. പുലിക്കളി കഴിഞ്ഞതിന് ശേഷം എല്ലാ ടീമുകളോടും ഡോക്യുമെന്റ് എല്ലാം സമർപ്പിക്കാൻ പറഞ്ഞു. എല്ലാ രേഖകളും സമർപ്പിച്ചതിന് ശേഷം ഈ 10 മാസമായിട്ടും അതിന്റെ യാതൊരു ലക്ഷണവും, ഈ പൈസ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷനും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. നമ്മള് മന്ത്രിയുടെ ഓഫീസ് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആള് ഇപ്പോഴും പറയുന്നത് കളക്ടറെ കാണും എന്നാണ് പറയുന്നത്. നമുക്കത് വ്യക്തത വരുന്നില്ലേ. സംസ്ഥാന ടൂറിസം വകുപ്പിൽ നിന്ന് 20/1/2026 ഇതിന്റെ ഡോക്യുമെന്റ് എല്ലാം ആയിട്ടുള്ള രേഖകൾ പ്രകാരം മെയില് കേന്ദ്ര ടൂറിസം വകുപ്പിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. അവിടുന്ന് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് സംസ്ഥാന ടൂറിസം ഡയറക്ടറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേട്ടല്ലോ, തൃശൂർ നഗരത്തിൽ ഓണത്തോടനുബന്ധിച്ച് പുലി ഇറങ്ങുന്ന ഒരു രീതിയുണ്ട്. അവർക്കൊരു ആചാരമാണ്, സംസ്കാരമാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അതിൽ പങ്കെടുക്കുന്നത്. ആ മനുഷ്യർക്ക് ഒരു സന്തോഷം കൊടുക്കുക. ആ സന്തോഷം കൊടുക്കുക എന്ത് ചെയ്യുക? വലിയ പ്രഖ്യാപനം. 1, 2 അല്ല, 3 ലക്ഷം രൂപ പുലികളിക്ക് വേണ്ടി എന്റെ വകയായിട്ടിരിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചിട്ട് എല്ലാ ഡോക്യുമെന്റ്സും കൈമാറിയതിന് ശേഷം പണം കൊടുക്കുന്നില്ല. എന്താണ്? നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഫണ്ട് കൊടുക്കാതിരുന്നിട്ട് എന്തിനും പറയാറുള്ള ഡയലോഗ് ഇല്ലേ? അതിന് കണക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ രേഖകൾ കൊടുക്കുന്നില്ല എന്നല്ലേ പറയുന്നത്? അതുപോലെ തന്നെ അവർ രേഖകൾ കൊടുക്കാൻ പറ്റുന്ന കൊടുത്തു. ഈ രേഖകളൊന്നും പോരാ. കാര്യം ഇനിയും കുറെ രേഖകൾ വേണ്ടി വരും. കാര്യം ഈ രേഖയുടെ കാര്യം പറഞ്ഞ് ഇങ്ങനെ നടത്തിച്ച് അവസാനം പുല്ല് വേണ്ട എന്നവർ തീരുമാനിക്കും. കാര്യം ഈ പറഞ്ഞ തുകയെക്കാളും കൂടുതൽ തുക കയ്യിൽ നിന്ന് ഇതിനു വേണ്ടി ചെലവഴിച്ച് കഴിയുമ്പോൾ അയ്യോ ആ പണം വേണ്ട എന്നൊരവസ്ഥയിൽ ഇവരെത്തണം. അങ്ങനെ ഇവരെ നരകിപ്പിച്ച് അതിൽ നിന്ന് പിൻവാങ്ങിപ്പിക്കലാണ് പൊതുതന്ത്രം. ഈ പണം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നവർ ഒന്ന് ആ ശക്തം മാർക്കറ്റിൽ പോയി നോക്കണം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിന്നൊരു പ്രഖ്യാപനമാണ്. എന്റെ കയ്യിൽ നിന്നായിരുന്നാലും 1 കോടി ചെലവാക്കി ഈ ശക്തം മാർക്കറ്റ് ഈ തമ്പ്രാൻ മാറ്റിപ്പണിയും. പണിതല്ലോ അല്ലേ? 1 വർഷത്തിലേറെയായി കേന്ദ്രമന്ത്രിയായിട്ട് മരുന്നിന് എന്തെങ്കിലും ഒരു കാര്യം തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? എയിംസ് ആലപ്പുഴ കൊടുക്കും, എയിംസ് തിരുവനന്തപുരത്ത് കൊടുക്കും, എയിംസ് അങ്ങ് കാസർഗോഡ് കൊടുക്കും, തമിഴ്നാട്ടിൽ കൊടുക്കും. ഇങ്ങനെ എയിംസ് എന്ന് പറഞ്ഞ് എയിംസ് വന്നില്ല. എന്താ? 2 ബജറ്റ് കടന്നുപോയി. കഴിഞ്ഞ ബജറ്റിലാണെങ്കിൽ ആമമുട്ട മേടിച്ച് തന്നുകൊണ്ട് നമ്മളെ കേരളത്തിന് വാരിക്കോരി സഹായിച്ചതാണ്. അതുപോലെ ഓരോരോ പ്രഖ്യാപനങ്ങൾ ഓരോ സന്തോഷ ദിവസത്തിൽ കുറച്ച് മാപ്രകൾക്ക് മുതലാളിമാർക്ക് നക്കാപ്പിച്ച കൊടുത്താൽ ഞാൻ പറയുന്ന എന്ത് വിടുവായത്തരവും നാട്ടുകാരെ കേൾപ്പിക്കും, ആഘോഷിക്കും. അത് കേട്ട് ഇപ്പൊ കിട്ടും എന്ന് മോഹിച്ചിരിക്കുന്നവരെ തേരാപ്പാര നടത്തിക്കൽ, ഇതാണ് ഇവരുടെ തന്ത്രം. മാതാവിന് സ്വർണ്ണ കിരീടത്തിന് പകരം ചെമ്പ് കിരീടം കൊടുത്ത് പറ്റിച്ച വ്യക്തി ഈ പറയുന്ന തുക പുലികളിക്കാർക്ക് കൊടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിഷ്കളങ്കരെ, വീണ്ടും ഒരാളുടെ വാക്ക് കേട്ട് പറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറും മൂഢന്മാരാണെന്ന് തിരിച്ചറിയും. ഇതൊക്കെ പറച്ചിലും മാത്രമേ ഉള്ളൂ. കാര്യത്തിൽ ഒരു ചുക്കും നടക്കില്ല. കഴിഞ്ഞ ഓണക്കാലത്ത് പ്രഖ്യാപിച്ച പണം അടുത്ത ഓണമായിട്ട് പോലും ആ പാവങ്ങൾക്ക് കിട്ടാത്തത്. ഇതുവരെ നടന്ന് അവരുടെ ചെരുപ്പ് തേയുന്നത് മിച്ചം.